നമസ്കാരം. IPL ആറാം കിരീടമെന്ന ലക്ഷ്യം തേടിയാകും ഋതുരാജ് ഗെയ്ക്വാദ് നയിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സ് അടുത്ത സീസണിൽ പോരിന് ഇറങ്ങുന്നത്. നായകൻ ഋതുരാജ് ഉൾപ്പെടെയുള്ള കോർ ഗ്രൂപ്പിനെ നിലനിർത്തിയ CSK മെഗാലേലത്തിൽ മികച്ച ചില താരങ്ങളെ ടീമിലെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് ഫ്രാഞ്ചൈസികളെ പോലെ വലിയ താരങ്ങൾക്ക് പിന്നാലെ പോകാതെ കളി ജയിപ്പിക്കാൻ ശേഷിയുള്ള താരങ്ങളെയാണ് ലേലത്തിൽ CSK നോട്ടമിട്ടത്. ഇതിൽ അവർ ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അശ്വിൻ അടക്കമുള്ള മുൻ താരങ്ങളെ കൊണ്ടുവന്ന സ്പിൻ വിഭാഗം ശക്തിപ്പെടുത്തിയ CSK മികച്ച ചിലർ ഓൾറൗണ്ടർമാരെയും ടീമിലെത്തിച്ചിരുന്നു. അടുത്ത സീസണിൽ ചെന്നൈയുടെ ഏറ്റവും ശക്തമായ പ്ലേയിങ് 11-ൽ ആരൊക്കെയാകും ഇടം പിടിക്കുകയെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. കഴിഞ്ഞ IPL സീസണിൽ CSKയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്തത് നായകൻ ഋതുരാജ് ഗെയ്ക്വാദും ന്യൂസിലൻഡ് താരമായ ഡെവൻ കോൺവേയും ചേർന്നായിരുന്നു. അടുത്ത സീസണിലും ഈ ജോഡി തന്നെ ഓപ്പണിംഗിൽ തുടരുന്നതാണ്. കോൺവേയെ സീസണിന് ശേഷം കൈവിടേണ്ടി വന്നിരുന്നെങ്കിലും ലേലത്തിൽ അവർ തിരികെ വാങ്ങുകയായിരുന്നു. 3-ാം നമ്പറിൽ കളിക്കുക ന്യൂസിലൻഡിന്റെ ഇന്ത്യൻ വംശജനായ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറായ രജിൻ രവീന്ദ്രയായിരിക്കും. കോൺവേയെ പോലെ സീസണിന് ശേഷം ഒഴിവാക്കപ്പെടുകയും പിന്നീട് ലേലത്തിൽ തിരികെ എത്തിക്കുകയും ചെയ്ത താരമാണ് രജിൻ. കഴിഞ്ഞ സീസണിൽ ചില മികച്ച ഇന്നിംഗ്സുകൾ താരം കളിച്ചിരുന്നു. ചെന്നൈക്കായി 4-ാം നമ്പറിൽ കളിക്കുക അഗ്രസീവ് ഇന്ത്യൻ ബാറ്ററായ രാഹുൽ ത്രിപാഠിയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ മുൻതാരം കൂടിയായ അദ്ദേഹം ലേലത്തിലാണ് CSK കൈക്കലാക്കിയത്. വളരെ വേഗത്തിൽ സ്കോർ ചെയ്യാൻ ശേഷിയുള്ള താരമാണ് ത്രിപാഠി. 5-ാമനായി വെടിക്കെട്ട് ബാറ്ററും ഓൾറൗണ്ടറുമായ ശിവം ദുബെയാണുള്ളത്. ലേലത്തിന് മുൻപ് ചെന്നൈ നിലനിർത്തിയ താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. ഇതിനുശേഷം മറ്റൊരു സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറും സൂപ്പർ താരവുമായ രവീന്ദ്ര ജഡേജയുടെ ഊഴമായിരിക്കും വരുന്നത്. തുടർന്നാണ് മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ MS ധോണി ക്രീസിലെത്തുക. പതിവ് പോലെ പിഞ്ച് ഹിറ്ററുടെ റോളിൽ തന്നെയായിരിക്കും അദ്ദേഹത്തെ നമുക്ക് ഒരുപക്ഷെ കാണാൻ സാധിക്കുക. വളരെ ആഴമേറിയ ബാറ്റിംഗാണ് പുതിയ സീസണിൽ ചെന്നൈക്കായി ഉള്ളത്. 8-9 സ്ഥാനങ്ങളിൽ അവർക്കായി കളിക്കുക വെറ്ററൻ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറായ അശ്വിൻ, അതുപോലെ ഇംഗ്ലണ്ടിന്റെ യുവ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറായ സാം കറൻ എന്നിവരായിരിക്കും. അശ്വിന്റെയും കറന്റെയും ചെന്നൈയിലേക്കുള്ള 2-ാം വരവാണിത്. ഇവർക്ക് ശേഷം പേസർമാരായി ഇവരിലുണ്ടാവുക ഇന്ത്യൻ പേസർ ഖലീൽ അഹമ്മദും ശ്രീലങ്കൻ പേസ് സെൻസേഷനായ മതിഷ പതിരണ്ണയുമായിരിക്കും.